ഹായ് കൂട്ടുകാരെ, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വടയാണ് തയ്യാറാക്കുന്നത്. ഈ വട തയ്യാറാക്കാൻ അധികം ചിലവൊന്നുമില്ല. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമാണ് ഈ വട തയ്യാറാക്കാൻ. ചക്കക്കുരു കൊണ്ട് ഒരു വടയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. ഈ ചക്കക്കുരു കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ്. ഇത് നമുക്കൊരു മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെയാണ് പൊടിച്ചെടുക്കാനുള്ളത്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. ഇതുപോലെയാണ് പൊടിച്ചെടുക്കാനുള്ളത്. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടാം. ഒരു ചെറിയ സവാള അരിഞ്ഞത് ഇടാം. 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതിട്ടു. കുറച്ച് കറിവേപ്പില ഇട്ടു. ഇഞ്ചി അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതിട്ടു. ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഇട്ടു. ഗരം മസാല 1/2 സ്പൂൺ ഇട്ടു. കുറച്ച് ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. ഇനി നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ടാൽ മതിയാകും. ഈ ചക്കക്കുരു ഞാൻ തോലോട് കൂടി കുക്കറിലിട്ട് വേവിച്ചിട്ടാണ് തൊലിച്ചെടുത്തത്. ഇത് ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതൊരു എല്ലാം ഉരുളകളാക്കി എടുക്കാം. ചക്കക്കുരു കൊണ്ടുള്ള ഒരു വടയാണ് തയ്യാറാക്കുന്നത്. ഈ ഉരുളകളെല്ലാം കൈവെള്ളയിൽ വെച്ച് നമുക്ക് ഇങ്ങനെ ചപ്പിച്ച് വട പോലെ ഷേപ്പിനെടുക്കാം. വടയുടെ ഷേപ്പിനാക്കി നമുക്കിത് എല്ലാ ഉരുളകളും ചെയ്തെടുക്കാം. എല്ലാ ഉരുളയും ഞാൻ വടയുടെ ഷേപ്പിന് തയ്യാറാക്കി വെച്ചു. ഇനി നമുക്ക് ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഇടാം. പാൻ ചൂടായി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി. നമുക്കിനി ഓരോ വടയുടെ മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വട നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള പലഹാരമാണ്. ഹെൽത്തി ആയിട്ടുള്ളതാണ് ചക്കക്കുരു കളയാതെ ഇതുപോലെ വട ഉണ്ടാക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുട്ടികളൊക്കെ ഇത് കഴിക്കും. മറു സൈഡും കൂടി വേകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. വടയെല്ലാം നല്ലതുപോലെ മുരിഞ്ഞ് പാകമായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ചക്കക്കുരു വടയാണ്. ഇത് തയ്യാറാക്കാൻ അധികം ചിലവൊന്നുമില്ല. ഹെൽത്തി ആയിട്ടുള്ളതാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.